ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് ലോക വായനാ ദിനമാണ്. നാം വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് എന്നും നമുക്കറിയാം, അല്ലേ? വായനയെക്കുറിച്ച് ധാരാളം ആളുകൾ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് സ്കൂളുകളിൽ വായനാ ദിനം ആചരിച്ചു. വായനാ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടന്നു, തുടക്കം കുറിച്ചു. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ വായനാ ദിനത്തിൽ ഒതുക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ വായനാ വാരമാണ്. വായനയും എഴുത്തുമൊക്കെയായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ സ്കൂൾ തലങ്ങളിൽ ഉണ്ടാവും. കുട്ടികൾ അതിലെല്ലാം മത്സരിച്ച് വിജയം വരിക്കുക എന്ന് ആശംസിക്കുന്നു. ടീച്ചർ ഇപ്പോൾ വായനയെക്കുറിച്ച് ധാരാളം ഉദ്ധരണികൾ, കോട്ട്സ് ഉണ്ട്. ഞാൻ 2 മാത്രം ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്നാമത്തേത്, വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. രണ്ടാമത്തേത്, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. നമുക്കറിയാം, ആരും പൂർണ്ണരല്ല. പക്ഷേ വായനയിലൂടെ കുറേയൊക്കെ പൂർണ്ണത കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? മറ്റ് ദുഷ്ടവിചാരങ്ങൾ അല്ലെ അധമ വിചാരങ്ങൾക്കൊക്കെ ഇടം നൽകാതെ മനസ്സിനെ പരിശുദ്ധമാക്കി നിർമ്മലമാക്കി സൂക്ഷിക്കാൻ നല്ല പുസ്തകങ്ങളുടെ വായന നമ്മെ സഹായിക്കുന്നു. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വീട്ടിലുള്ള മുതിർന്നവരുടെയോ അധ്യാപകരുടെയോ ഒക്കെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. നല്ല സാഹിത്യ മൂല്യമുള്ള കൃതികൾ. ഇന്നത്തെ കുട്ടികൾ മുറിക്കുള്ളിൽ ഒതുങ്ങി മൊബൈലും കമ്പ്യൂട്ടറുമൊക്കെ ആയിട്ട് കുറേയധികം സമയം ചെലവഴിച്ച് കണ്ണും തലച്ചോറെല്ലാം കളയുന്നുണ്ടല്ലേ? അതിനേക്കാൾ എത്രയോ ഭേദമാണ് നിങ്ങൾ ദിവസവും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം കൃത്യസമയം, ഒരു നിശ്ചിത സമയം എല്ലാ ദിവസവും അധിക വായനയ്ക്കായി മാറ്റിവെക്കുക. അതിലൂടെ നിങ്ങൾക്ക് വിജ്ഞാനം നേടാം, വിവേകം നേടാം, ചിന്തിച്ച് വളരാം, അല്ലേ? വളയാതെ വിളഞ്ഞ് വളരാം. നമ്മൾ വെറുതെ വളർന്നാൽ പോരാ, വിവേകം നേടണം. സ്കൂളിൽ പോയി വിജ്ഞാനം, പാഠ്യഭാഗങ്ങളിൽ നിന്ന് വിജ്ഞാനം ആർജിക്കുന്നതോടൊപ്പം തന്നെ വിവേകവും കൂടി നമുക്ക് വേണം. ഏതാണ് നല്ലത്, ഏതാണ് മോശമെന്ന് നന്മ തിന്മകൾ വിവേചിച്ചറിഞ്ഞ് ജീവിതം വിജയപ്രദമാക്കണമെങ്കിൽ നമുക്ക് വിവേകത്തോടെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിനത്തിലോ ഈ ഒരു വാരത്തിലോ ഒതുക്കാതെ നിങ്ങൾ അധിക വായന ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്നും ചിന്തിച്ച് വിവേകം നേടി വളരണമെന്നും ടീച്ചർ ആശംസിക്കുന്നു. ഈ അവസരത്തിൽ ടീച്ചർ തന്നെ വായനയെക്കുറിച്ച് ഒരു ലഘു കവിത എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. 2 ലഘു കവിതകൾ എഴുതി, ഒന്ന് ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. വായന വാരമല്ലേ നമ്മൾ വായിച്ചു വളരേണ്ടേ, വായിച്ചു വളർന്നാലോ നമ്മൾ നന്നായി വിളയുമല്ലോ, വായിച്ചിട്ടില്ലേലോ നമ്മൾ വല്ലാതെ വളയുമല്ലോ, വായന വാരമല്ലേ നമ്മൾ വായിച്ചു വളരേണ്ടേ. എന്തോന്നു വായിക്കണം നമ്മൾ, നല്ലതു വായിക്കണം. എന്തിനു വായിക്കണം നമ്മൾ, വിജ്ഞാനമാർജിക്കുവാൻ. വിജ്ഞരായി തീർന്നാലോ നമ്മൾ നന്മകൾ ചെയ്യണം. വായന വാരമല്ലേ നമ്മൾ വായിച്ചു വളരേണ്ടേ, വായന വാരമല്ലേ നമ്മൾ വായിച്ചു വളരേണ്ടേ, വായിച്ചു വളർന്നാലോ നമ്മൾ നന്നായി വിളയുമല്ലോ, വായിച്ചിട്ടില്ലേലോ നമ്മൾ വല്ലാതെ വളയുമല്ലോ. അപ്പോൾ വളഞ്ഞു പോകാതെ
വായിച്ച് വിളഞ്ഞ് ചിന്തിച്ച് വിവേകം നേടി നല്ല വ്യക്തികളായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. നിങ്ങൾക്ക് ടീച്ചറുടെ കവിതയും കാര്യങ്ങൾ പറഞ്ഞതും പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. എങ്ങനെയാണ് സ്വന്തമായി കവിത രചിക്കേണ്ടത് എന്നുള്ള ടെക്നിക്ക് എനിക്കറിയാവുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ലഘു വീഡിയോകൾ ചെയ്തിടാം. പിന്നെ ഞാൻ അടുത്ത ക്ലാസ്സുകൾ എടുക്കുന്ന വീഡിയോ ആണല്ലോ ഇതിൽ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ലഘു കവിതകളൊക്കെ ടീച്ചർ എഴുതുന്നത് ചൊല്ലിയിടാം. നിങ്ങൾക്കത് എഴുതാനുള്ള വിദ്യകളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ടീച്ചറുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അവരും കൂടി ഇതിൽ പങ്കുചേരട്ടെ. അങ്ങനെ നമുക്ക് ആടിയും പാടിയും പഠിച്ചുമൊക്കെ ഒരു കുടുംബമായി മുന്നേറാം. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.